ഇന്നലെ ഇരുന്ന് ആലോചിക്കായിരുന്നു കേട്ടോ, ഇൻസ്റ്റഗ്രാമത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ട് എത്ര കാലമായി എന്ന്. നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് എത്ര കാലമായി, എന്തായിരുന്നു റീസൺ എന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇപ്പം നമുക്ക് വേഗം റെഡിയായിട്ട് പള്ളിയിലോട്ട് പോവാം. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് കുറച്ചധികം പണികൾ ചെയ്തു തീർക്കാൻ. കാരണം ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അവരെ ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഏപ്രിലിൽ കല്യാണം കഴിഞ്ഞ നമ്മുടെ കപ്പിൾസിനെയാണ് നമ്മൾ ഗസ്റ്റായിട്ട് കൂട്ടിയേക്കുന്നത്. അപ്പോൾ എങ്ങനെയാ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പായ ക്ഷീണത്തിൽ നമുക്ക് ബാക്കി ക്ലീനിങ്ങും കുക്കിങ്ങിലോട്ടും കടന്നാലോ? കാര്യമായിട്ട് എൻ്റെ കയ്യൊപ്പ് പതിയാത്തോണ്ട് നല്ല കുറേ വീഡിയോ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അമ്മയുടെ കുക്കിംഗ് സ്കിൽസ് എല്ലാം 100-100 പുറത്തെടുക്കാൻ കൊണ്ടുവരുന്ന ശ്രമമാണ് കേട്ടോ ഈ കാണുന്നത്. ചാനലിൽ ഞാൻ ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ സ്വാഗതം. അമ്മയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു കേട്ടോ ബീഫും പോർക്കും തലേദിവസം വേവിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം കാര്യങ്ങൾ തീരുമല്ലോ. പറഞ്ഞു വന്നപ്പോഴേക്കും ദാ റെഡിയായി നമ്മുടെ പോർക്കും ബീഫും ഒക്കെ. ഗ്രില്ലിനുള്ള ചിക്കൻ നേരത്തെ ഗാർണിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയായിരുന്നു. ഇനിതാ ദമ്മിനുള്ള ബിരിയാണി മാത്രമായിരുന്നു ബാക്കി. ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഗസ്റ്റ് വരുന്നതിന് മുന്നേ നമുക്ക് കനലൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ സെക്കൻഡിലോട്ട് ചിക്കൻ ഇടുന്നതിന് മുന്നേ ദാ അവരെത്തി. ഇനിയിപ്പം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം, കുറച്ച് അവർ പണിയെടുക്കട്ടെ. അങ്ങനെ എല്ലാം റെഡിയായി, മെയിൻ ഹൈലൈറ്റായ ചിക്കനും സെറ്റായി കഴിച്ചു തുടങ്ങിയിട്ടോ. നല്ല കുറച്ച് കോൺവെർസേഷനും മൊമെൻറ്റ്സും ഭക്ഷണവും ആൾക്കാരും, ഇങ്ങനത്തെ ഒരു ഈവനിങ് എന്നും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇനി വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.